കുട്ടികളെ, അങ്ങനെ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പുതിയതായിട്ട് വന്ന കുട്ടികളുണ്ടെങ്കിൽ കഥ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞ അധ്യായങ്ങളും കൂടി കേൾക്കണേ. 5-ാമത്തെ അധ്യായത്തിലേക്ക്. സാറ കിങ്ങിലൂടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഹാരം എ ഷരീഫ് എന്ന ദേവാലയത്തിന്റെ ശിലാഗോപുരങ്ങളും അവിടുത്തെ പൗരാണിക വിശുദ്ധിയും ഒക്കെ ആസ്വദിക്കുകയായിരുന്നു സാറ. ചരിത്രാതീത കാലത്തെ യഹൂദരുടെ വിളനിലമായിരുന്നു പാറകൾ നിറഞ്ഞ ഈ സ്ഥലം. അതിനെ ഡേവിഡ് വാങ്ങി ഒരു ആരാധനാ കേന്ദ്രമാക്കി. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. പെട്ടെന്ന് ഉറക്കെയുള്ള കാലൊച്ചയോടെ ബോയിന്റൻ കുടുംബം പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു. വരി വരിയായി എല്ലാവരും വെളിയിലിറങ്ങി. ഒടുവിലായാണ് കരോൾ വന്നത്. പെട്ടെന്നാണ് അവൾ സാറയെ കണ്ടത്. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ശബ്ദമുണ്ടാക്കാതെ ഓടി അവൾ സാറയുടെ സമീപമെത്തി. ക്ഷമിക്കണം, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ചിലത് പറയാനുണ്ട്. സാറ അവളെ നോക്കി. അവൾ വല്ലാതെ വിറയ്ക്കുന്നു. മുഖത്ത് തീരെ രക്തപ്രസാദമില്ല. എൻ്റെ സഹോദരൻ്റെ കാര്യമാണ്. ഇന്നലെ രാത്രി അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ മര്യാദയില്ലാതെയാണ് പെരുമാറിയതെന്ന് തോന്നിയിരിക്കും. പക്ഷേ യാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വേണ്ടി വന്നു. ദയവായി എന്നെ വിശ്വസിക്കണം. സാറയ്ക്ക് ആ രംഗം മുഴുവൻ പരിഹാസ്യമായി തോന്നി. അപരിചിതയായൊരു പെൺകുട്ടി പെട്ടെന്നോടി വന്ന് പ്രാകൃതനായ തന്റെ സഹോദരന് വേണ്ടി മാപ്പ് ചോദിക്കുന്നത് എന്തിന്? നല്ല ചുട്ട മറുപടി കൊടുക്കാനാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ ആത്മാർത്ഥതയോടെയുള്ള ആ പെൺകുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ അവളത് വേണ്ടെന്ന് വെച്ചു. വിശദമായി പറയൂ, സാറ ചോദിച്ചു. തീവണ്ടിയിൽ വെച്ച് റെയ്മണ്ട് നിങ്ങളോട് സംസാരിച്ചില്ലേ? ഉവ്വ്, സാറ തലയാട്ടി. കുറഞ്ഞ പക്ഷം ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയെങ്കിലും ചെയ്തു. അതെ, തീർച്ചയായും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇന്നലെ രാത്രി റേയ്ക്ക് ഭയമായിരുന്നു. ഭയമോ? കരോളിന്റെ വിളറിയ മുഖത്ത് ഒരു ചിരി പടർന്നു. ഇത് പരിഹാസമായി തോന്നുമെന്ന് എനിക്കറിയാം. എനിക്ക് ഭ്രാന്താണെന്ന് ധരിക്കും. എൻ്റെ അമ്മ, അവർക്ക് സുഖമില്ല. ഞങ്ങൾ മറ്റുള്ളവരോട് കൂട്ടുകൂടുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ റേയ്ക്ക് നിങ്ങളുടെ സ്നേഹിതനായിരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സാറയ്ക്കും അത് കേൾക്കാൻ താല്പര്യമായി. അവൾ എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കരോൾ പറഞ്ഞു. ഞാൻ പറയുന്നത് അസംബന്ധമാണെന്ന് തോന്നും. ഞങ്ങൾ ഒരുതരം വിചിത്ര ജീവികളാണ്. പെട്ടെന്ന് അവൾ ഭയന്ന പോലെ എന്തോ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു. എനിക്ക് പോകണം. അവർ തേടി വരും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നൂടെ? സാറ ചോദിച്ചു. നമുക്കൊന്നിച്ച് നടക്കാം. അയ്യോ, പാടില്ല, അത് പാടില്ല. എന്തുകൊണ്ട്? വാസ്തവത്തിൽ അത് പാടില്ല. അമ്മ കണ്ടാൽ സാറ സൗമ്യമായി എന്നാൽ വ്യക്തമായി പറഞ്ഞു. ചില അച്ഛനമ്മമാർക്ക് മക്കൾ പ്രായമായ കാര്യം മനസ്സിലാക്കാൻ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നും. സദാ അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കുന്നത് കഷ്ടമാണ്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, ഒന്നും മനസ്സിലാവുകയില്ല. കരോൾ പിറുപിറുത്തു. പലപ്പോഴും കലഹമുണ്ടാകുമെന്ന് ഭയന്നാണ് ചിലർ കീഴടങ്ങുന്നത്. കലഹം നല്ലതല്ല. എങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കലഹം കൂട്ടുന്നതിൽ അപാകതയില്ലെന്ന് ഞാൻ പറയും. സ്വാതന്ത്ര്യമോ? കരോൾ സാറയെ സൂക്ഷിച്ചു നോക്കി. ഞങ്ങൾ ഒരിക്കലും സ്വതന്ത്രരായിരുന്നില്ല. ഇനി ആകുമെന്നും തോന്നുന്നില്ല. അസംബന്ധം, സാറ തറപ്പിച്ചു പറഞ്ഞു. കരോൾ പെട്ടെന്ന് സാറയുടെ കയ്യിൽ സ്പർശിച്ചു. കേൾക്കൂ, ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. വിവാഹത്തിന് മുമ്പ് അമ്മ യഥാർത്ഥത്തിൽ അവരെൻ്റെ രണ്ടാനമ്മയാണ്. ഒരു ജയിലിലെ വാർഡനായിരുന്നു. ജയിൽ ഭരണാധികാരിയായിരുന്ന അച്ഛൻ അവരെ വിവാഹം ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വാർഡനെ പോലെയാണ് അവർ ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ജയിൽ പുള്ളികളുടേതുപോലെയായി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഞാനിവിടെ നിന്നത് അവരറിഞ്ഞിരിക്കും. ഞാൻ പോട്ടെ. പിന്തിരിഞ്ഞോടാൻ ഭാവിച്ച കരോളിനെ സാറ പിടിച്ചു നിർത്തി. ഒരു നിമിഷം നിൽക്കൂ, നമുക്ക് ഇനിയും കണ്ട് സംസാരിക്കാം. എനിക്ക് വയ്യ, എനിക്ക് സാധിക്കുകയില്ല. ഉവ്വ്, നിങ്ങൾക്ക് സാധിക്കും, സാറ അധികാര സ്വരത്തിൽ പറഞ്ഞു. രാത്രി ഉറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുറിയിൽ വരൂ, 319 നമ്പറിൽ. സാറ അവളുടെ പിടിവിട്ടു. കരോൾ പെട്ടെന്ന് ഓടിപ്പോയി. സാറ നോക്കി നിന്നു. പിന്നീട് സാറയെ ആ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഡോക്ടർ ജെറാൾഡാണ്. ഗുഡ് മോർണിംഗ് മിസ്സസ് കിങ്. മിസ് കരോളിനോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു അല്ലേ? ഉവ്വ്, ഞാൻ പറയാം. അവരുടെ സംസാരത്തിന്റെ ചുരുക്കം സാറ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അവൾ പറഞ്ഞതിൽ ഒരു കാര്യം ഡോക്ടർ ജെറാൾഡിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ജയിൽ വാർഡനായിരുന്നെന്നോ? അതൊരു പ്രധാന വസ്തുതയാണ്. അവരുടെ സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്ക് കാരണം അതാണെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? പഴയ ജോലിയിൽ നേടിയ അനുഭവത്തിന്റെ തുടർച്ച? സാറ ചോദിച്ചു. അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അത് ശരിയായ വിശകലനമല്ല. വാർഡനായിരുന്നത് കൊണ്ടല്ല അവർ സ്വേച്ഛാപ്രവണത പ്രകടമാക്കുന്നത്. സ്വേച്ഛാപ്രവണതയുള്ളത് കൊണ്ടാണ് അവർ വാർഡനായത്. മനസ്സിലടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമാണത്. എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെ അടക്കി ഭരിക്കണമെന്ന മോഹം അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ട്. അതുകൊണ്ട് ആ ജോലി സ്വീകരിച്ചു. അദ്ദേഹം വളരെ ഗൗരവത്തോടെ പറഞ്ഞു. അബോധ മനസ്സിൽ അത്തരം വിചിത്രമായ പല സംഗതികളും അടിഞ്ഞുകിടക്കും.
അധികാരത്തിനുള്ള മോഹം, ക്രൂരത, എന്ത് നശിപ്പിക്കാനുള്ള പ്രാകൃതമായ വാസന, ഇവയെല്ലാം നമ്മുടെ പൂർവ്വവർഗ സ്മരണകളാണ്. മൃഗീയത, ദുർമോഹം, ക്രൗര്യം, ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ളതാണ് മിസ് കിങ്. നാം അവയെ പുറത്തേക്ക് വിടാതെ ഉള്ളിൽ തന്നെ തളച്ചിടുന്നു. പക്ഷെ ചിലപ്പോൾ അവ കെട്ടുപൊട്ടിച്ച് പുറത്തു വരും. ഒരു നടുക്കത്തോടെ സാറ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം തുടർന്നു, ഇതെല്ലാം നമുക്ക് ചുറ്റും നിത്യവും കാണുന്നുണ്ടല്ലോ. രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിലും രാഷ്ട്രഭരണ സംവിധാനങ്ങളിലും മാനവികതയിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും അനുകമ്പയിലും നിന്നുള്ള പ്രതികരണമാണ് നമുക്ക് ആശ്വാസം പകരുന്നത്. സിദ്ധാന്തങ്ങൾ പലപ്പോഴും നല്ലതായി തോന്നും. ബുദ്ധിപൂർവമായ ഭരണ സംവിധാനമോ ജനനന്മയെ ലാക്കാക്കിയുള്ള ഭരണക്രമമോ എന്തായാലും ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് ക്രൂരമാണ്. ചില സന്ദർഭങ്ങളിൽ അക്രമത്തിന്റെ അപ്പോസ്തലന്മാർ മനുഷ്യരിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗീയതയെ തട്ടിയുണർത്തുന്നത് നാം കാണുന്നില്ലേ? മനുഷ്യൻ അതിസങ്കീർണ ഭാവമുള്ള ഒരു മൃഗമാണ്. നിലനിൽപ്പാണ് അവന്റെ മുഖ്യമായ പ്രശ്നം. ത്വരിതഗതിയിലുള്ള പുരോഗമനവും അങ്ങേയറ്റം അപരിഷ്കൃതത്വവും ഒരുപോലെ ആപത്താണ്. മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ പഴയ കാടത്തം കുറേയൊക്കെ കൈവശം വേണം. പക്ഷേ യാതൊരു കാരണവശാലും അതിൽ ദിവ്യത്വം ആരോപിക്കുകയും അരുത്. സാറ പെട്ടെന്ന് ചോദിച്ചു, മിസ്സസ് ബോയിന്റൺ ഒരു സാഡിസ്റ്റ് ആണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ, ശാരീരികമായി അല്ല മാനസികമായി വേദനിപ്പിക്കുന്നതിൽ അവർ സന്തോഷിക്കുന്നുണ്ട്. വളരെ അപൂർവവും പ്രതിവിധി കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ ഒരു തകരാറാണിത്. മറ്റുള്ളവരെ ചൊൽപ്പടിക്ക് നിർത്താനും അവർ കഷ്ടപ്പെടുന്നത് കാണാനും ആ സ്ത്രീ ആഗ്രഹിക്കുന്നു. തികഞ്ഞ മൃഗീയത തന്നെ, സാറ പറഞ്ഞു. ജെഫേഴ്സണുമായി നടന്ന സംഭാഷണത്തിന്റെ മുഴുവൻ വിവരവും ഡോക്ടർ ജെറാൾഡ് അവളോട് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ല, സാറ ആലോചനയോടെ പറഞ്ഞു. എങ്ങനെ മനസ്സിലാകും? അയാൾ ഒരു മനഃശാസ്ത്രജ്ഞനല്ലല്ലോ. വാസ്തവമാണ്, നമ്മുടേത് പോലുള്ള വൃത്തികെട്ട മനസ്സ് അയാൾക്കില്ല. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടേത് നല്ല കളങ്കമില്ലാത്ത വികാര തരളിതമായ അമേരിക്കൻ മനസ്സാണ്. തിന്മയിലല്ല നന്മയിലാണ് അയാൾക്ക് വിശ്വാസം. ബോയിന്റൺ കുടുംബത്തിന്റെ അടിസ്ഥാനമാകെ താറുമാറായിരിക്കുകയാണെന്ന് അയാൾക്കറിയാം. അതിനുള്ള കാരണം പക്ഷേ മിസസ് ബോയിന്റന്റെ കുടില വൃത്തികളല്ല, അവരുടെ അതിര് കടന്ന വാത്സല്യമാണെന്നാണ് അയാൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ആ അഭിപ്രായം അവരെ സന്തോഷിപ്പിച്ചേക്കും. അത് ശരിയാണ്. മക്കൾക്ക് അമ്മയുടെ സമീപത്ത് നിന്ന് മാറി താമസിച്ചുകൂടെ? സാറ് ചോദിച്ചു. അവിടെയാണ് മിസ് കിങ് നിങ്ങൾക്ക് തെറ്റിയത്. അവർക്ക് മാറി താമസിക്കാൻ പറ്റില്ല. കോഴിയെക്കുറിച്ചുള്ള പഴയ പരീക്ഷണത്തെ പറ്റി കേട്ടിട്ടില്ലേ? നിലത്തൊരു വര വരച്ചിട്ട് കോഴിയുടെ ചുണ്ട് അതിൽ മുട്ടിച്ചാൽ മതി. തന്നെ ചരടുകൊണ്ട് കെട്ടിയിരിക്കുകയാണെന്ന് കോഴി വിശ്വസിക്കും. തല ഉയർത്താൻ പോലും കഴിയില്ല. അതുപോലെയാണ് ഈ നിർഭാഗ്യവാന്മാരുടെ സ്ഥിതി. കുട്ടിക്കാലം മുതലേ അവരെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. മാനസികമായി അവർ തള്ളയുടെ അടിമകളാണ്. തന്നെ ധിക്കരിക്കാൻ അവർക്ക് കഴിയില്ലെന്ന ധാരണ ആ സ്ത്രീ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു അസംബന്ധമാണെന്ന് പലരും പറയും. പക്ഷേ നിങ്ങൾക്കും എനിക്കും മനസ്സിലാകും. അമ്മയെ ആശ്രയിച്ചല്ലാതെ മക്കൾക്ക് നിലനിൽപ്പില്ല എന്ന് അവർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദീർഘകാലമായി ജയിലിൽ കിടക്കുന്നവർ ജയിലിന്റെ കവാടം തുറന്നു കിടന്നാൽ പോലും അത് ശ്രദ്ധിക്കുകയില്ല. അതിലൊരാൾക്കും കുറഞ്ഞ പക്ഷം സ്വതന്ത്രനാകണമെന്ന മോഹം പോലും കാണുകയില്ല. എല്ലാവരും സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്നു. വൃദ്ധം മരിക്കുമ്പോൾ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? സാറയുടെ ചോദ്യം കേട്ട് ജെറാൾഡ് കൈമലർത്തി. എത്ര പെട്ടെന്നാണത് സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉടനെയാണെങ്കിൽ ഏറെ വൈകി പോയിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം. ഇളയ മകനും പെൺകുട്ടിയും ചെറുപ്പമാണ്. മാറ്റത്തിന് വിധേയമാണ് അവരുടെ മനസ്സ്. അവർ സാധാരണ മനുഷ്യരായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ലെന്നോക്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ താമസിച്ചു പോയി. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച മട്ടിലാണ് അയാളുടെ ജീവിതം. വകതിരിവില്ലാത്തൊരു മൃഗത്തെ പോലെ എല്ലാം നിശബ്ദം സഹിക്കുന്നു. അയാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. സാറയ്ക്ക് ദേഷ്യം വന്നു. ഈ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അയാളെ സഹായിക്കാമായിരുന്നു. അതാകാം, പക്ഷേ അവർ ശ്രമിച്ചു നോക്കി പരാജയം അടഞ്ഞിരിക്കണം. അവളും വൃദ്ധയുടെ വശീകരണത്തിന് വിധേയായി പോയെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ജെറാൾഡ് പറഞ്ഞു. വൃദ്ധയ്ക്ക് മരുമകളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അവർ അവളെ വെറുക്കുന്നത്. അവരുടെ നോട്ടം കണ്ടിട്ടുണ്ടോ? ആ പെൺകുട്ടിയുടെ ഇളയ മകളുടെ കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താണ് നടക്കുന്നതെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ? അവളുടെ മനസ്സിൽ ബുദ്ധിപൂർവമായ എന്തെങ്കിലും പദ്ധതികൾ രൂപം കൊള്ളുന്നുണ്ടാവും. ആ കിഴവിയെ വധിക്കണം, കാപ്പിയിൽ വിഷം ചേർത്ത് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അവൾ പെട്ടെന്ന് ചോദിച്ചു, ഏറ്റവും ഇളയ കുട്ടിയുടെ ആ സ്വർണ്ണ തലമുടിയുള്ളവളുടെ കാര്യം എന്താണ്? ജെറാൾഡ് ആലോചിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ജിനോ ആ കിഴവിയുടെ സ്വന്തം മകളല്ലേ? അതെ, അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം കാണും. അതോ ഒന്നുമില്ലെന്ന് വരുമോ? അധികാരക്കൊതി മൂത്ത ഒരു വ്യക്തിയിൽ ക്രൂരത കാണിക്കാനുള്ള ദാഹം കൂടി ചേർന്നാൽ അയാൾ ആരെയും ഒഴിവാക്കുകയില്ല, സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും. പെട്ടെന്നൊന്ന് നിശബ്ദനായതിനു ശേഷം ഡോക്ടർ ജെറാൾഡ് ചോദിച്ചു, ഭവതി ഒരു ക്രിസ്ത്യാനിയാണോ? എനിക്ക് അറിഞ്ഞൂടാ, ഒന്നുമല്ലെന്നാണ് ഞാൻ വിശ്വസിച്ചു പോന്നിട്ടുള്ളത്.
എന്നാൽ ഇപ്പോൾ എനിക്ക് തീർച്ചയില്ല. പെട്ടെന്ന് ആവേശത്തോടെ കൈകൾ വീശി അവൾ പറഞ്ഞു, ഇവയെല്ലാം പരസ്പരം കലഹിക്കുന്ന മതവിഭാഗങ്ങളും ഭീകരമായ പള്ളി മേടകളും മാളികകളും എല്ലാം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റിയാൽ കഴുതപ്പുറത്ത് കയറി ജെറുസലേമിലേക്ക് വരുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അവനിൽ ഞാൻ വിശ്വസിക്കും. ക്രിസ്തു മതത്തിലെ മുഖ്യ പ്രമാണങ്ങളിൽ ഒന്നിലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. ഡോക്ടർ തുടർന്നു. എളിമയിലാണ് സംതൃപ്തി കണ്ടെത്തേണ്ടത്. ഞാനൊരു ഡോക്ടറാണ്. അതിമോഹം, വിജയത്തിനുള്ള ദാഹം, അധികാര കൊതി, ഇതാണ് മനുഷ്യാത്മാവിലെ എല്ലാ തിന്മകൾക്കും കാരണം. ഈ മോഹം സഫലമായാൽ അഹങ്കാരത്തിനും അക്രമത്തിനും വഴിതെളിക്കും. ഒടുവിൽ മടുക്കുകയും ചെയ്യും. സഫലമാകാത്ത മോഹങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഭൂമിയിലെ ഭ്രാന്താലയങ്ങളിൽ നാം കാണുന്നത്. സാമാന്യ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടാത്ത അല്പന്മാർ യഥാർത്ഥത്തിൽ നിന്ന് ഒളിച്ചോടി സങ്കല്പ ലോകത്ത് കഴിയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിന്റെ സമനില തെറ്റുന്നു. ഈ കിഴവിയെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കാത്തത് കഷ്ടമായിപ്പോയി, സാറ പറഞ്ഞു. അല്ല, പരാജിതരുടെ ഇടയിലല്ല അവരുടെ സ്ഥാനം. ഇത് ഗുരുതരമാണ്. അവർ വിജയിച്ചിരിക്കുന്നു. അവരുടെ സ്വപ്നം സഫലമായി എന്ന് നാം കണ്ടില്ലേ? സാറ ഞെട്ടി. ഇതൊന്നും അനുവദിക്കാൻ പാടുള്ളതല്ല. ഡോക്ടർ ജെറാൾഡിനും സാറയ്ക്കും ആ കിഴവിയുടെ പിടിയിൽ നിന്ന് അവരുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കുമോ? ഈ കഥ അതിന്റെ നിഗൂഢ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ, നമുക്ക് കാത്തിരിക്കാം അടുത്ത അധ്യായത്തിനായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.